ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മ ജോലിക്ക് പോകാറുണ്ട്. അമ്മ അങ്ങനെ ഒരു 8:30 അമ്മ പോയി. ഇപ്പോൾ ടൈം വരുന്നത് 8:45. അപ്പോൾ ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പല്ലൊന്നും തേച്ചിട്ടില്ല, ഇനി നമുക്കൊന്ന് പല്ല് തേച്ചിട്ട് വരാം. നമ്മുടെ മിക്കി മോളിത പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റിട്ടുണ്ട്. അവളൊരു 6 മണി 6:30 എണീക്കും. ആരും വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ അമ്മ പോവാൻ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ്, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 8:30 അമ്മ പോകട്ടാ. അപ്പോൾ അതാ അമ്മമ്മ മോക്ക് ഉമ്മൊക്കെ കൊടുത്ത് പോകുന്നുണ്ട്. ഇനി ഈവനിങ് ഒരു 5 മണി 5:30 ആ ടൈമിലാണ് അമ്മ വരാറ്. അപ്പോൾ അത് അച്ഛനാണ് ഷോപ്പിൽ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ അമ്മ ടാറ്റയൊക്കെ തന്ന് അമ്മ പോയി കേട്ടോ. അപ്പോൾ അത് അമ്മ രാവിലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവാറ്. ഉച്ചക്കത്തെ ചോറ്, കറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവാറ്. അതിന് ഞങ്ങൾക്ക് എടുത്ത് കഴിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അലക്കുണ്ട്, അത് എൻ്റെ ശ്രീകുട്ടി അങ്ങ് ചെയ്തോളും. എൻ്റെ അനിയത്തിയുടെ പേര് ശ്രീകുട്ടി എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത പല്ല് തേപ്പാണ്. ഇനി നമുക്ക് പല്ല് തേക്കാം. ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഡ്രൈ സ്കിന്നിൻ്റെ കുറേ നാളായിട്ട് അതുതന്നെയാണ് യൂസ് ചെയ്യാറ്. സോപ്പ് അധികം യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സോപ്പ് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആക്കും. എൻ്റെ ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെയിലി ട്വൈസേ ഞാൻ ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകാറുള്ളൂ. അപ്പോൾ ഇതാ ഫേസ് കഴുകി നമ്മുടെ പല്ല് തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പുട്ടും ചെറുപയറുമാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിന് കഴിക്കണം. അതിന് മുന്നേ നമുക്കൊന്ന് സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയറിന് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് റൈസ് വാട്ടറാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ടാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അബ്സോർവ് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാമാണ് കേട്ടോ. മിക്ക മോൾ അതിനിടയ്ക്ക് നന്നായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവളെ എടുത്ത് ഞാൻ മടിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മോയ്സ്ചറൈസറാണ്. ഞാൻ പോൺസിൻ്റെയാണ്, എല്ലാവർക്കും അറിയാം. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. അത് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഡെയിലി ഒന്നും ഞാൻ സ്കിൻ കെയർ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ടൈം കിട്ടുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലേ ചെയ്യാറുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിൽ വന്നാൽ ടൈം ഉണ്ടല്ലോ, നമുക്ക് പണിയും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഡെയിലി ചെയ്ത് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു പൊട്ട് കുത്തി കൊടുക്കാം. എനിക്ക് പൊട്ട് മസ്റ്റാണ് ഗൈസ്. നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയിലും കാണാറുണ്ട്. പൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്കി മോക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. അതൊരു വലിയൊരു ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അവൾ തീരെ, എൻ്റെ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവും. അവൾ തീരെ ഒന്നും കഴിക്കാറില്ല. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ അവൾ കാണാൻ തന്നെ. ഒരു കുട്ടി 1 വയസ്സാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ താഴത്തെ വീട്ടിൽ ചേച്ചിയുണ്ട്, അവരോട് വർത്തമാനം പറഞ്ഞിട്ട് കുറച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയുണ്ട് എൻ്റെ അടുത്തിരിക്കുന്നത്. അവളോട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. ക്യാമറ നോക്കി ടാറ്റൊക്കെ തരും അവൾ. ക്യാമറ കണ്ടാൽ നല്ല പോസിങ് ആണ്. പിന്നെ പീലി മോളില്ലാഞ്ഞിട്ട് നല്ലൊരു സങ്കടമുണ്ട്. അവളുടെ അച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. രണ്ടുപേരും ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ്. അവളില്ലാഞ്ഞിട്ട് കുറച്ച് സങ്കടമുണ്ട്. അവളിങ്ങ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നല്ല അടിപൊളി പുട്ടും നല്ല അടിപൊളി ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതാ അമ്മ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കില്ല അല്ലേ, സ്വന്തം അമ്മ ഉണ്ടാക്കിയ ഫുഡ് ഭയങ്കര. അപ്പോൾ ഇതാ മിക്കി മോള് എൻ്റെ അടുത്തിരിപ്പുണ്ട്. അവൾ എൻ്റെ അടുത്ത് നിന്ന് കുറച്ചായിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ കരുതി അങ്ങനെയും അവൾക്ക് കൊടുത്താലേ അവൾക്കായിട്ട് എടുത്താൽ കുറച്ചേ കഴിക്കാറുള്ളൂ. പിന്നെ എൻ്റെ അടുത്തുനിന്ന് പിന്നെ ശ്രീകുട്ടീൻ്റെ അടുത്തുനിന്നും കുറച്ചായിട്ട് കഴിക്കും. അങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും അങ്ങ് ഉള്ളിൽ പോട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ അടുത്ത് ഇരുത്തിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പാലും കൂടി കുടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് എടുത്തപ്പോൾ പാലെടുക്കാൻ മറന്നു. ഞാൻ പിന്നെ പാലെടുത്ത് കുടിച്ചു. പിന്നെ നമ്മൾ ചായയൊക്കെ കഴിഞ്ഞ് കുറേ ടൈം കഴിഞ്ഞപ്പോൾ നമ്മളിതാ ബെഡിലിരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. മിക്കി മോളും ഞാനും കൂടി കളിച്ചു.
അത് കഴിഞ്ഞ് കോലായിലിരുന്നിട്ട് ഞാനും ശ്രീകുട്ടിയും കൂടി കുറേ സംസാരിച്ചു. കുറേ അവളുടെ കാര്യങ്ങളും കുറേ എൻ്റെ കാര്യങ്ങളും പിന്നെ അവളുടെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നൊക്കെ ഞാൻ ചോദിച്ചു. നമ്മൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംസാരിച്ചു. എപ്പോഴെങ്കിലും കിട്ടുന്നതല്ലേ, അപ്പോൾ അവൾക്ക് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവളിപ്പോൾ +2 കേട്ടോ പഠിക്കുന്നത്. +2 കഴിയാറായി. ഡിഗ്രിക്ക് പോകണമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പോയിട്ടില്ല കേട്ടോ. ഞാൻ +2 വരെ പഠിച്ചിട്ട് പിന്നെ അക്കൗണ്ടിങ്ങിനാണ് പോയത്. ഇനിയിപ്പോൾ മിക്കുമോൾ കുറച്ച് വലുതായതിനു ശേഷം എന്തിനെങ്കിലും കോഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തിനെങ്കിലും പോകണ്ടേ, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ നല്ല ബോറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിപ്സ്റ്റിക് വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. പിന്നെ അച്ഛൻ വന്നപ്പോൾ ചോക്ലേറ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ ശ്രീകുട്ടി ഒരു ദിവസം കൊണ്ട് എഴുതി തീർത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ തന്നെ നമ്മുടെ ഹെഡിങ് എഴുതില്ല, അത് എന്നോട് എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി വെച്ചു. മിക്കി മോള് നേരത്തെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിക്കി എണീച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കണം, കഞ്ഞിയോ ചോറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ കുറേ ടൈം കഴിഞ്ഞ് ഒരു 2 മണി 2:30 ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുകയാണ്. അവൾ ഉറങ്ങുമ്പോൾ തന്നെ കഴിച്ചതാണ് കേട്ടോ, അല്ലെങ്കിൽ എന്നെ നന്നായിട്ട് ശല്യപ്പെടുത്തും. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ഒരു 5 മണീൻ്റെ മുന്നേ 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ശ്രീകുട്ടിയും കൂടി ഉണ്ടാക്കിയതാണ്. ചമ്മന്തിയിട്ട അടയാണ് കേട്ടോ. ഇതിന് ഇവിടെ പറയുന്നത് അട തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അച്ഛനും ശ്രീകുട്ടിയും കൂടി അട കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ അവരോട് തന്നെ മിക്കും മോളും കഴിച്ചു. കുഴപ്പമില്ല, ഓക്കെ അടയാണ്. ഇപ്പോൾ ഞങ്ങളല്ലേ ഉണ്ടാക്കിയത്, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. നല്ല മഴയായിരുന്നു ഗൈസ്, രാവിലെ നല്ല മഴയായിരുന്നു. തീരെ മഴ ഇടയ്ക്കൊന്ന് കുറയും, പിന്നെ നന്നായിട്ട് കൂടും. അപ്പോൾ അമ്മ വരാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ അച്ചാച്ചനും മോളും കൂടി കോലായിലിരുന്ന് നല്ല കളിയാണ്. അപ്പോൾ അച്ഛൻ പിന്നെ അമ്മേനെ കൂട്ടാൻ പോയപ്പോൾ 5:30 ആയപ്പോൾ അമ്മ വന്നു. അമ്മ വന്നാൽ എന്തെങ്കിലും കൊണ്ടുവരും, നമുക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഇവിടെ ഭയങ്കര മഴയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറയുന്നുള്ളത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.